ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ NIOS കെമിസ്ട്രിയിലെ 11ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് 5ാമത്തെ മൊഡ്യൂളിലാണ് നമ്മുടെ 11th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സിന്റെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്, ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ടേബിളിൽ ബുക്ക് പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബുക്ക് ടേബിളിൽ ഇരിക്കുന്നത് എന്താണ്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. കാരണം എന്താണ്? അത് റെസ്റ്റിലാണ്, യാതൊരു മൂവ്മെന്റും അവിടെ നടക്കുന്നില്ല. അതൊരു സ്റ്റാറ്റിക് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സലേറ്ററിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു എക്സലേറ്ററിൽ നമ്മൾ കയറിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്നൊരു വ്യക്തി എന്താണ് അവിടെ ഇക്വിലിബ്രിയത്തിലാണ്, പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ട്, ഒരു യൂണിഫോം വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അത് എങ്ങനെയാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ റിയാക്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുന്നത്, അതായത് സർട്ടൺ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നടക്കുന്ന റിയാക്ഷന് അത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നതോട് കൂടി തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ റിവേഴ്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന, അതായത് മുന്നോട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് റിവേഴ്സ് ചെയ്യാത്ത റിയാക്ഷൻസ് ആയിരിക്കും. സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ റിയാക്ഷൻസും എന്താണ്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് അല്ലേ. അത് ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിരിക്കും നടക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ നടക്കുന്നത്, അതൊരു ടൈപ്പ് ഓഫ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. കാരണം എന്താണ്? ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബണും ഓക്സിജനായിട്ട് മാറുന്നില്ല. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ റിയാക്ഷൻസും എന്താണ്? ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആയിരിക്കും. ഇനി ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു അല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ് നടക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. കെമിക്കൽ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇക്വിലിബ്രിയം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം എയ്തർ സൈഡ്. രണ്ട് സൈഡിൽ, അതൊരു റിയാക്ഷൻ്റെ റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും എന്തായിരിക്കണം? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. And third condition is equilibrium can be attained in a closed system. Equilibrium എവിടെയാണ് അറ്റൈൻ ചെയ്യേണ്ടത്? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം അറ്റൈൻ ചെയ്യേണ്ടത്. And fourth condition is a catalyst cannot change the equilibrium state. ഒരു കാറ്റലിസ്റ്റിന് ഒരിക്കലും ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ കാറ്റലിസ്റ്റിന് ആ റിയാക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് യാതൊരു ചേഞ്ച്, അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിന് യാതൊരു എഫക്റ്റും വരുത്താൻ ഒരു കാറ്റലിസ്റ്റിന് പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇക്വിലിബ്രിയങ്ങൾ തന്നെ പല ടൈപ്പ് അല്ലെങ്കിൽ പല ഫേസ് ടു ഫേസ് ഇക്വിലിബ്രിയം നടക്കുന്നുണ്ട്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം ഉണ്ട്, സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം ഉണ്ട്, അതുപോലെ തന്നെ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ഉണ്ട്, അത് സോളിഡ് സൊല്യൂഷൻ ഇക്വിലിബ്രിയം ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഫേസസുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ഇക്വിലിബ്രിയം ഉണ്ട്. എന്താണ് ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ ഒരു ഹോമോജീനിയസ് പാർട്ടാണ് നമ്മൾ അതിന്റെ ഫേസ് എന്ന് പറയുന്നത്. ആ ഹോമോജീനിയസ് പാർട്ടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം കമ്പോസിഷനും യൂണിഫോം പ്രോപ്പർട്ടീസും ഉള്ള ഒരു പാർട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഹോമോജീനിയസ് പാർട്ടിനെ നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ഫേസ് ടു ഫേസിലും ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നുണ്ട്? അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയംസ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിൽ കാണപ്പെടാറുണ്ട്. ഇനി നമ്മുടെ ഫേസിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലുള്ള ഫേസ് എത്രയാണ് അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ഫേസ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പ്രോസസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഹോമോജീനിയസ് സിസ്റ്റം ആൻഡ് ഹെട്രോജീനിയസ് സിസ്റ്റം. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഫേസ്. ഒറ്റ ഫേസ് മാത്രമുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടോ അതിലധികമോ ഫേസ് വരുന്ന സിസ്റ്റങ്ങളെ നമ്മൾ ഹെട്രോജീനിയസ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ലോ ആണ്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്
ഇതിലെ ഏത് റേറ്റിലാണോ അതിൻ്റെ സബ്സ്റ്റൻസ് റിയാക്റ്റൻറ്റുകൾ, അതായത് എത്ര റിയാക്റ്റൻറ്റ് സബ്സ്റ്റൻസുകൾ എത്ര റേറ്റ് ഉണ്ടോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആക്റ്റീവ് മാസ്, അതിൻ്റെ ആക്റ്റീവ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓവറോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ആക്റ്റീവ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ദാറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മെയിൻലി 2 ടൈപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് ദ പ്രഷർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ KC എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു റിയാക്ഷൻ നോക്കാം, ഒരു റിവേഴ്സ് റിയാക്ഷൻ നോക്കാം. A പ്ലസ് B ഗീവ്സ് C പ്ലസ് DD. ഇതൊരു റിവേഴ്സ് റിയാക്ഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പം ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KC ആണ്. KC ഈസ് ഈക്വൽ ടു C റേസ് ടു C ഇൻറ്റു D റേസ് ടു D ഡിവൈഡഡ് ബൈ A റേസ് ടു A ഇൻറ്റു B റേസ് ടു B. ഇവിടെ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് അത് ഏത് റിയാക്റ്റൻ്റ് ആണോ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ്. സ്മോൾ ABCD ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ക്വാണ്ടിറ്റി എത്രയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ KCയുടെ വാല്യൂ എന്താണ്, C റേസ് ടു സ്മോൾ c ഇൻറ്റു D റേസ് ടു സ്മോൾ d ഡിവൈഡഡ് ബൈ A റേസ് ടു സ്മോൾ a ഇൻറ്റു B റേസ് ടു സ്മോൾ b ആയിരിക്കും. ഇനി ഈ റിയാക്ഷൻ്റെ പ്രഷർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, പ്രഷർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP എന്ന് പറയുന്നത് എന്താണ്, A പ്ലസ് B ഗീവ് C ഇൻറ്റു D ആണെങ്കിൽ അതിൻ്റെ KPയുടെ വാല്യൂ PC റേസ് ടു C, P റേസ് ടു C ഇൻറ്റു C ഇൻറ്റു P റേസ് ടു D ഇൻറ്റു D ഡിവൈഡഡ് ബൈ P റേസ് ടു A ഇൻറ്റു A ഇൻറ്റു P റേസ് ടു B ഇൻറ്റു P ആയിരിക്കും. ഇതാണ് KPയുടെ വാല്യൂ. ഇനി ഈ KPയും KCയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ NG ആയിരിക്കും. എന്താണ്, KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ NG ആയിരിക്കും. ഇതാണ് KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ്റെ പ്രഷർ, അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ കോൺസെൻട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ എക്സ്പീരിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇതിൻ്റെ ഒക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ലെ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് വെൻ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് disturbed by changing concentration, pressure or temperature, a net change occurs in the direction that tends to neutralize the effect of disturbing factor. അതായത് ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ്റെ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ടെമ്പറേച്ചറിലോ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയത്തിനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നെറ്റ് ചേഞ്ച് നടക്കും. എന്തിനെ ബേസ് ചെയ്തിട്ട്, in the direction that tend to neutralize the effect of disturbing factor. ആ ഡിസ്റ്റർബിംഗ് ഫാക്ടറിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഡയറക്ഷനിൽ അവിടെ ഒരു നെറ്റ് ചേഞ്ച് നടക്കുന്നതാണ് നമ്മുടെ ലെ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഒരു കാറ്റലിസ്റ്റ് ഒരിക്കലും ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ക്വിക്കറായിട്ട് അച്ചീവ് ചെയ്യാൻ അതിനൊരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റപ്പ് ചെയ്യാൻ മാത്രമേ ഒരു കാറ്റലിസ്റ്റിന് പറ്റൂ എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ 11th ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ള ടോപ്പിക്സുകൾ. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെഫിനിഷൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ലെ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ. അത് പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ലെ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂ, അതായത് KPയുടെയും KCയുടെയും വാല്യൂ അതിന് നമ്മൾ എഴുതാൻ പറയും. അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, 2A പ്ലസ് B ഗീവ്സ് 3C പ്ലസ് 3D എന്ന് പറയുന്ന റിയാക്ഷൻ. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതായത് KCയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത്, ദാറ്റ് ഈസ് C റേസ് ടു 3 ഇൻറ്റു D റേസ് ടു 3 ഡിവൈഡഡ് ബൈ A റേസ് ടു 2 ഇൻറ്റു B റേസ് ടു B ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്കൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഉടൻ തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക, പുതിയ അഡ്മിഷൻ എടുക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.